ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട SCRT ഭാഗങ്ങളാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5, 6, 7 ഈ 3 ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സ് SCRT ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഈ ചാപ്റ്ററിന് ഇടയ്ക്ക് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഒരു SCRT സീരീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്ന രീതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ്സിനിടയ്ക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിന്റെ ക്ലാസ്സിലേക്ക്, അതായത് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള, അതായത് 5, 6, 7 ഈ 3 ക്ലാസ്സുകളിലെ SCRT പാഠഭാഗങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഒന്ന് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഉപകരിക്കും. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഞാൻ ഓരോ തവണ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഫൈനലായിട്ട് നമ്മളൊരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ചെയ്യുമല്ലോ. ഇപ്പോൾ നമ്മൾ എക്കണോമിക്സിനൊക്കെ ചെയ്ത പോലെ 2021 തൊട്ട് 24 വരെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഡൗട്ട്, ഇപ്പം വലിയ 1 hour ക്ലാസ് ഒക്കെ എടുത്തു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് വന്നാൽ ഇത് തന്നെയാണ് ഇതിന്റെ ആൻസർ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കോഡും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി വരുന്ന ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫൈനലി ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചതിൽ നിന്ന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത്? കഴിഞ്ഞ ചാപ്റ്ററിൽ കൃത്യമായിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അനുച്ഛേദം 21A ആണ് അല്ലെ. അനുച്ഛേദം 21A എന്ത് പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റി പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതും 2024 നടന്ന ഒരു എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ്. ഓക്കെ, അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 എന്ന് പറഞ്ഞു. അതെന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? നമ്മുടെ SCRTയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് തന്നെ എക്സ്ട്രാ പോയിന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി ഫോം ചെയ്തത്. അതിന്റെ ഫസ്റ്റ് സമ്മേളനം നടന്നത് എന്നാണ്? ഡിസംബർ 9. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഓപ്ഷൻ ബിയിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻ സിയിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് വരാം, കാര്യം എല്ലാ പ്രസ്താവനകളും ശരിയാന്നുള്ളൊരു ഓപ്ഷൻ അത്. അതേപോലെ ഓപ്ഷൻ ഡിയിലും 1ഉം 2ഉം പ്രസ്താവന ശരി. അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻ എ വെട്ടിക്കളയാം അല്ലെ. ഇനി രണ്ടാമത്തത്, സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവയാണ്. അത് ശരിയാണോ? ആ ഒരു പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. മൂന്നാമത്തെ പ്രസ്താവന, സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഇവിടെ 1ഉം 3ഉം ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര്. അപ്പൊ നമ്മൾ അന്ന് പഠിച്ചിരുന്നു എന്തായിരുന്നു? രാജ്പഥ് എന്നായിരുന്നു പേര് എന്ന്. അപ്പൊ ആ ഒരു പത്രവാർത്തയിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ ഇപ്പോ ഈ ഒരു രാജ്പഥ് എന്നുള്ളതിന് എന്താണ്? പുതിയ ഒരു പേര് നൽകിയിട്ടുണ്ട്. അത് കർത്തവ്യപഥാണ്. എന്താണ്? കർത്തവ്യപഥ് എന്നാണ് ഇപ്പോൾ രാജ്പഥ് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് ഇപ്പൊ എവിടെയാണ്? കർത്തവ്യപഥിലാണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. അതിന് കാരണം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. ഇതൊക്കെ നമ്മൾ ആ ഒരു ബേസിക് ചാപ്റ്റർ ആണെന്നുള്ള രീതിയിൽ 5ലെ 6ലെയൊക്കെ പാഠം പഠിച്ചിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നതാണ് അല്ലെ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പറയാൻ കാരണം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്കിനി നമ്മുടെ ഗവൺമെന്റ് എന്ന 4ാമത്തെ പാഠം പഠിച്ചു തുടങ്ങാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമാണ്. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന് നിയമനിർമ്മാണ വിഭാഗം, നിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും, നമ്മൾ ജനാധിപത്യ രാജ്യത്തിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലേ. അപ്പോൾ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന് എത്ര ഘടകങ്ങളുണ്ട്? 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഒന്നെന്ന് പറയുന്നത് നിയമനിർമ്മാണ വിഭാഗം, 2 എന്താണ്? കാര്യനിർവഹണ വിഭാഗം, 3 നീതിന്യായ വിഭാഗം. ഓക്കെ, അപ്പൊ കണ്ടോ, ഗവൺമെന്റ് നിയമനിർമ്മാണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്, നിർവഹണ വിഭാഗമുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ അവർ ചെയ്യുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുന്നു. ഇനി നീതിന്യായ വിഭാഗമാണെങ്കിലോ ആ നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. കാര്യനിർവഹണ വിഭാഗമാണെങ്കിലോ അത് ആ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? നിയമനിർമ്മാണ വിഭാഗമാണ്. നീതിന്യായ വിഭാഗം ആ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങളെ നടപ്പാക്കുന്നു. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു 3 രീതിയിലുണ്ട് അല്ലെ, 3 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. നിയമനിർമ്മാണ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട് അല്ലെ. ഇനി ഇവർ ഓരോന്നിലും ആരൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നതാണ് ഇപ്പൊ നിയമനിർമ്മാണ വിഭാഗം? നോക്കിക്കേ, രാഷ്ട്രപതി ഉണ്ടായിരിക്കും, ലോകസഭ, അതേപോലെ രാജ്യസഭ. രാഷ്ട്രപതിയുണ്ട്, ലോക്സഭാംഗങ്ങളുണ്ട്, രാജ്യസഭാംഗങ്ങളുണ്ട്. ഇത്രയും പേര് ചേർന്നതാണ് എന്ത്? നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുകയാണ് അല്ലെ. പിന്നെ അടുത്ത എന്താണ്? കാര്യനിർവഹണ വിഭാഗം. ഈ കാര്യനിർവഹണ വിഭാഗമാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ അവിടെ ആരൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? രാഷ്ട്രപതി ഉണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പിന്നെയോ മന്ത്രിസഭയുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. അപ്പോൾ രാഷ്ട്രപതി നിയമനിർമ്മാണ വിഭാഗത്തിലുമുണ്ട്, കാര്യനിർവഹണ വിഭാഗത്തിലുമുണ്ട് എന്ന് ഓർത്തു വെച്ചേക്കാം. സോ നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിലോ രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. ഇനി നീതിന്യായ വിഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികള്, സബ് കോടതികള്, മുൻസിഫ് കോടതികള്, മജിസ്ട്രേറ്റ് കോടതികൾ. ആരൊക്കെയാണ് നീതിന്യായ വിഭാഗത്തിലുള്ളത്? ഈ കൂടെ തന്നെ ഒന്ന് പഠിച്ചു പോണേ. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികള്, സബ് കോടതികള്, മുൻസിഫ് കോടതികള്, മജിസ്ട്രേറ്റ് കോടതികൾ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആ ഒരു റേഞ്ചിങ് എങ്ങനെയാണത്? ഏറ്റവും എന്താ പറയാ, ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും പരമോന്നതമായിട്ട് വരുന്നത് സുപ്രീം കോടതിയാണ്. ആൻഡ് ദെൻ ഹൈക്കോടതി എന്നൊക്കെയുള്ള ആ ഒരു ചാർട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ജനാധിപത്യ രാജ്യങ്ങളിൽ ഗവൺമെന്റിന് 3 ഘടകങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണത്തിലാണെങ്കിൽ രാഷ്ട്രപതി വരും, ലോക്സഭാംഗങ്ങൾ വരും, രാജ്യസഭാംഗങ്ങൾ വരും. കാര്യനിർവഹണത്തിലാണെങ്കിൽ രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. നീതിന്യായമാണെങ്കിലോ സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോർട്ടുണ്ട്, ജില്ലാ കോടതികളുണ്ട്, സബ് കോടതികളുണ്ട്, മുൻസിഫ് കോടതികളുണ്ട്, മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ നോക്കാം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്തെന്നാണ് അറിയപ്പെടുന്നത്? പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആരൊക്കെയുണ്ട് അപ്പൊ അവിടെ? രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെന്റ്. അപ്പൊ ഇന്ത്യയിലെ പാർലമെന്റിൽ ആരൊക്കെയുണ്ട്? രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ഉണ്ട്, പിന്നെയോ ലോക്സഭ, അതേപോലെ തന്നെയോ രാജ്യസഭ. ഇങ്ങനെ 2 സഭകൾ കൂടി ചേരുന്നതാണ് എന്ത്? ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനി
രാജ്യസഭ ഉപരിസഭയെന്നും ലോകസഭ അധോസഭയെന്നും അറിയപ്പെടുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. രാജ്യസഭയെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? രാജ്യസഭയെ ഉപരിസഭ എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. ലോക്സഭയാണെങ്കിലോ ലോക്സഭയെ അധോസഭ എന്നും അറിയപ്പെടുന്നു. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2 സഭകൾ ഉള്ളതിനാൽ ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, അതായത് 2 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയെന്നാണ് വിളിക്കുന്നത്. ഇനി രാജ്യസഭയിലും അതേപോലെ നമ്മുടെ ലോക്സഭയിലൊക്കെ അംഗങ്ങളുടെ കാര്യം പറയുവാണേ. അപ്പോൾ ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത ഓരോ പോയിന്റുകളും വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് രാജ്യസഭയെ പറ്റിയാണ്. ആദ്യം പഠിക്കാൻ പോകുന്നത് രാജ്യസഭയെ പറ്റിയാണ്. നോക്കിക്കേ, തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട എത്ര അംഗങ്ങളാണുള്ളത്? 238 അംഗങ്ങളുണ്ട്. ഇനി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 12 പേരുണ്ട്. ഓക്കെ, അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളുണ്ട്, നാമനിർദ്ദേശം ചെയ്യുന്ന 12 അംഗങ്ങളുണ്ട്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. രാജ്യസഭ എന്തെന്നാണ് അറിയപ്പെടുന്നത്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. അതേപോലെ രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. എന്താണ്? പെർമനന്റ് ആണ് അല്ലെ. രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനന്റ് സഭയാണ്. അതേപോലെ ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. രാഷ്ട്രപതി, അതായത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു രാജ്യസഭയ്ക്ക് അധ്യക്ഷം വഹിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ 5 പോയിന്റുകൾ ഓർത്ത് വെച്ചേ. രാജ്യസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളുണ്ട്, 12 പേരെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതായിട്ടുണ്ട്. പിന്നെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത് രാജ്യസഭ. രാജ്യസഭ എന്നതൊരു സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതിയാണ് ഇതിന്റെ അധ്യക്ഷം വഹിക്കുന്നത്. ഇനി അടുത്ത ലോക്സഭയിൽ പറയാം. ഇവിടെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ നോക്കിക്കേ, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന 543 അംഗങ്ങളുണ്ട്. 543 അംഗങ്ങളുണ്ട്. ഇവിടെ നമ്മൾ രാജ്യസഭയിൽ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതെന്താണ്? ജനങ്ങൾ നേരിട്ടല്ല, അല്ലാതെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികൾ അവർ തമ്മിലുള്ള ഇലക്ഷനിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വോട്ടിങ്ങിലൂടെയാണ് ഈ 238 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ലോകസഭയിലാണെങ്കിലോ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളുണ്ട്. പിന്നെയോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ. അവിടെ 12 ആയിരുന്നു, ഇവിടെ എത്രയാണ്? 2 ആണ്. ഇനി ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അപ്പൊ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് കൊണ്ട് ലോക്സഭ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത്. രാജ്യസഭ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഓർത്ത് നോക്കിക്കേ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി 5 വർഷമാണ് കാലാവധി. മറ്റേതെന്താണ്? ഒരു പെർമനന്റ് ആയിട്ടുള്ള സഭയാണ് അല്ലെ, സ്ഥിരം സഭയാണ്. ഇവിടെ കാലാവധി ഉണ്ട്. എത്രയാണ് ലോക്സഭയുടെ കാലാവധി? 5 വർഷമാണ്. ഇനി ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. രാജ്യസഭയിൽ ആരാണ് അധ്യക്ഷം വഹിച്ചത്? നമ്മൾ പറഞ്ഞു വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞേ. രാജ്യസഭയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളുണ്ട്. ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് 543 ആണ്. രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളുണ്ട്. ലോക്സഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങളുണ്ട്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. ജനപ്രതിനിധി സഭ എന്നാണ് ലോക്സഭ അറിയപ്പെടുന്നത്. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ ലോക്സഭയ്ക്ക് സ്ഥിരം സഭയല്ല, ഒരു ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ 5 വർഷത്തേക്ക് മാത്രം കാലാവധി ഉള്ള ഒരു സഭയാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിൽ അധ്യക്ഷം വഹിക്കുന്നത്. സ്പീക്കറാണ് ലോക്സഭയിൽ അധ്യക്ഷം വഹിക്കുന്നത്. ക്ലിയർ അല്ലേ അത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഇനി നോക്കിക്കേ, രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല. അപ്പോ രാഷ്ട്രപതി എന്താണ്? പാർലമെന്റിന്റെ അംഗമല്ല. ഒന്ന് ഓർത്തോണേ, ഈ പാർലമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേരുന്നതാണെങ്കിലും രാഷ്ട്രപതി എന്താണ്? ഒരു പാർലമെന്റ് അംഗമല്ല. എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പൊ അദ്ദേഹം ഒരു പാർലമെന്റ് അംഗമല്ലെങ്കിലും പാർലമെന്റിന്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാനാവില്ല. അദ്ദേഹം ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ എന്തൊക്കെ ചുമതലകളാണ് ഉള്ളത് നോക്കിക്കേ. പാർലമെന്റ് സമ്മേളനം വിളിക്കുക, പിന്നെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാകുന്നത്. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നത് എന്താണ്? പാർലമെന്റ് അംഗമല്ല, പക്ഷെ ചില പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിനുണ്ട്. ഒന്നെന്താണ്? പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്തതോ സംയുക്ത സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. മൂന്നാമത്തെ പോയിന്റോ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതും രാഷ്ട്രപതിയാണ്. അപ്പൊ പാർലമെന്റുമായിട്ട് രാഷ്ട്രപതി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നുണ്ട്, സംയുക്ത സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു.
നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി എന്താണ്, പാർലമെന്റിന്റെ ഒരു അഭിവാജ്യ ഘടകമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പാർലമെന്റിന്റെ ചുമതലകൾ നോക്കിക്കേ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല അല്ലെ. അപ്പൊ നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്തോണേ. സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാവുന്നതാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. ഇനി നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല്. ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ കരട് രൂപമാണ് ഡാഷ്, എന്താണ്, ബില്ല്. നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല്. ഒരു സാധാരണ ബിൽ പാർലമെന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ബിൽ ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും വിളിക്കാം. 2 സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. അപ്പോൾ സാധാരണ ഒരു ബില്ലാണെങ്കിൽ എന്താണ്, ഏത് സഭയിൽ വേണമെങ്കിലും നമുക്ക് ആദ്യം അവതരിപ്പിക്കാം. അതായത് വേണമെങ്കിൽ രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാം, അല്ലെങ്കിലോ ലോക്സഭയിൽ ആദ്യം അവതരിപ്പിക്കാം. എന്നാൽ മണി ബില്ല് പോലെയുള്ള ബില്ലുകൾ അങ്ങനെയല്ല. അത് നമ്മൾ മുന്നോട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം ഒരു ബില്ല്, അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു ബില്ല് ആദ്യം രാജ്യസഭയിൽ നമ്മൾ അവതരിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഒന്നാം സഭ എന്ന് വിളിക്കും. ഇനി അപ്പൊ രണ്ടാമതായിട്ട് ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത്. സോ ലോക്സഭയെ നമ്മൾ എന്തെന്ന് വിളിക്കും, രണ്ടാം സഭ എന്ന് വിളിക്കും. ഇനി ഈ 2 സഭകളിലും ബില്ല് എന്താണ്, വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കി. ഇപ്പൊ ഒരു ബില്ല്, ആ ബില്ല് ഒന്നാം സഭ, അത് ഏത് വേണമെങ്കിലും ആകാം അല്ലെ, വെദർ അത് രാജ്യസഭയാവാം അല്ലെങ്കിലോ അത് ലോക്സഭയാവാം. അപ്പൊ അവിടെ ആദ്യം ഒന്നാം വായനയ്ക്ക് വിധേയമാകും, പിന്നെ രണ്ടാം വായനയ്ക്ക് വിധേയമാവും, പിന്നെ മൂന്നാം വായനയ്ക്ക് വിധേയമാവും. ഇങ്ങനെ 3 വായനകൾക്ക് വിധേയമായ ശേഷം അത് രണ്ടാം സഭയിലേക്ക് കൈമാറും. ദെൻ അവിടെയും എന്താണ്, ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്നിങ്ങനെ 3 വായനകളുണ്ട്. അതിനുശേഷം ഫൈനലി അത് എങ്ങോട്ടേക്ക് പോവും, പ്രസിഡന്റിന്റെ അംഗീകാരം വേണ്ടിയിട്ട് വെക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നാം സഭയാണെങ്കിലും രണ്ടാം സഭയാണെങ്കിലും 3 വായനകൾ, 1, 2, 3 അങ്ങനെ 3 വായനകൾക്ക് വിധേയമാകുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഒന്നാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നാം വായന എന്ന് പറഞ്ഞാൽ ബില്ല് അവതരിപ്പിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓരോ പോയിന്റും പഠിച്ചു വെച്ചോണേ. ഒന്നാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്, ബില്ല് അവതരിപ്പിക്കുന്നു. രണ്ടാം വായന എന്ന് പറഞ്ഞാലോ, ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പുകളും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായനയിലാണെങ്കിൽ ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അപ്പൊ ഒന്നാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നാം വായനയിലാണ് ഏത് ബില്ലാണോ ആ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. രണ്ടാം വായന എന്ന് പറഞ്ഞാൽ ഈ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്യും. എന്നിട്ട് എന്താണ്, ചിലപ്പോൾ അത് പാസ്സാക്കും, ചിലപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തും, ചിലപ്പോൾ അത് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. ഇനി മൂന്നാം വായനയിലേക്ക് വരുമ്പോഴാണ് ഈ ബില്ല് മൊത്തത്തിൽ പാസ്സാക്കണോ അല്ലെങ്കിൽ നിരാകരിക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പൊ 1, 2, 3 വായനകളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇനി ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. അപ്പം രാജ്യസഭയാണ് ഒന്നാമതായിട്ട് പാസ്സാക്കിയെങ്കിൽ ആരായിരുന്നു അവിടുത്തെ അധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് ആയിരുന്നു അല്ലെ. ലോകസഭയാണ് ഒന്നാമതായിട്ട് പാസ്സാക്കിയെങ്കിൽ ആരായിരുന്നു അവിടുത്തെ അധ്യക്ഷൻ, സ്പീക്കർ ആയിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഒന്നാം സഭയിൽ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ആ സഭാ അധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടു കൂടി ഈ ബില്ല് എന്ത് ചെയ്യും, രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കും. രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞ 3 ഘട്ടങ്ങളുണ്ട്, ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായനയുണ്ട് അല്ലെ. അങ്ങനെ ബില്ല് 2 സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു. അപ്പോൾ ഒരു ബില്ല് നിയമമായി മാറണമെങ്കിൽ ശരിക്കും എന്ത് ചെയ്യണം, ഇങ്ങനെ രാജ്യസഭയും ലോകസഭയും അംഗീകരിക്കണം, രാഷ്ട്രപതി ഒപ്പും വെക്കുന്നതോടു കൂടിയാണ് ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത്. ഇനി ഇവിടെ ഈ ബോക്സിലുള്ള കാര്യം ഒന്ന് നോക്കാവേ. പാർലമെന്റ് സമ്മേളനങ്ങളെ പറ്റിയാണ്. നോക്കിക്കേ, പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞത്, പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ എത്ര മാസമാണ്, 6 മാസത്തിൽ കൂടുതൽ, അതായത് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, പാർലമെന്റ് സമ്മേളനം നടക്കണം അല്ലെ. 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് 3 തവണ സമ്മേളിക്കുന്നു. അപ്പം എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് എത്ര തവണയാണ്, 3 തവണ സമ്മേളിക്കുന്നുണ്ട്. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അവ അറിയപ്പെടുന്നു. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്, വർഷകാല സമ്മേളനം, പിന്നെയോ ശീതകാല സമ്മേളനം, അതേപോലെ തന്നെ വേനൽക്കാല സമ്മേളനം എന്നിങ്ങനെ 3 തവണ നമ്മുടെ
പാർലമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. അപ്പൊ രാജ്യസഭ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് സമ്മേളിക്കുന്നത് എന്നുള്ളത്. അപ്പൊ രാജ്യസഭ ചില സമയങ്ങളിൽ 4 സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ബോക്സിലുള്ളതൊന്ന് നോക്കിക്കേ. ചോദ്യോത്തര വേള എന്താന്ന് പറയുന്നുണ്ട്. നോക്കിക്കേ, പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയോടെയാണ്. അപ്പൊ പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എന്തിലൂടെയാണ്, ചോദ്യോത്തര വേളയിലൂടെയാണ്. എല്ലാ ദിവസവും 11 മണിക്ക് സമ്മേളനം ആരംഭിക്കും. എല്ലാ ദിവസവും 11 മണിക്ക് സമ്മേളനം ആരംഭിക്കും. തുടർന്നുള്ള 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി നൽകും. സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, പാർലമെന്റിൽ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയിലൂടെയാണ് നമ്മൾ പറഞ്ഞു. എല്ലാ ദിവസവും 11 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുന്നത്. പിന്നെ വരുന്ന ആ ഒരു മണിക്കൂർ, അതായത് 11 to 12 മണിക്കൂർ, 12 മണി വരെ എന്താണ്, ആ ഒരു മണിക്കൂറിനുള്ളിൽ എന്താണ്, ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഈ ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി നൽകുകയും വേണം. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയെ, 2 സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ബില്ല് നിയമമാകുന്നത് രാഷ്ട്രപതി ഒപ്പിടുമ്പോഴാണ്. അതിനു മുമ്പ് ലോക്സഭയും രാജ്യസഭയും ഒക്കെ അത് അംഗീകരിക്കണം, അല്ലെ? അപ്പോൾ ഈ 2 സഭകൾക്കിടയിൽ ആ ബില്ലിനെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യും, ഒരു സംയുക്ത സമ്മേളനം വിളിക്കും. ഈ സംയുക്ത സമ്മേളനം ആരാണ് വിളിച്ചു ചേർക്കുന്നത്? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ആരുടെ അധ്യക്ഷതയിലാണ് സംയുക്ത സമ്മേളനം, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ചേരുക എന്നുള്ളത്? ആരുടെ അധ്യക്ഷതയിലാണ്? ലോക്സഭാ സ്പീക്കറിന്റെ അധ്യക്ഷതയിലാണ്. അപ്പൊ ഈ സംയുക്ത സമ്മേളനത്തിനെ പറ്റി 2 പോയിന്റ് ഓർക്കുക. ഒന്നാമത്തെ എന്താണ്? പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഓർക്കേണ്ടത് ലോക്സഭാ സ്പീക്കർ എന്നാണ്. ലോക്സഭാ സ്പീക്കർ എന്താണത്? അദ്ദേഹമാണ് ഈ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ധനബില്ല് അല്ലെങ്കിൽ മണി ബില്ല്. നോക്കിക്കേ, സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമം അല്ല ധനബില്ലിലുള്ളത്. എന്താണ് ഒരു ധനബിൽ? നോക്കിക്കേ, പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. ഒരു ധനബിൽ ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂവെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്. നോർമലി എല്ലാ ബില്ലും നമുക്ക് ഏത് വേണമെങ്കിലും രാജ്യസഭയിലോ ലോക്സഭയിലോ ഏത് സഭയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവതരിപ്പിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ധനബിൽ ആദ്യം എവിടെ അവതരിപ്പിക്കണം? ലോക്സഭയിൽ അവതരിപ്പിക്കണം. അപ്പോൾ ആ കാര്യം ഓർത്ത് വെച്ചേക്കുക. ധനബിൽ ആദ്യം എവിടെയാണ് അവതരിപ്പിക്കേണ്ടത്? ലോക്സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്. ഇനി ലോക്സഭ എന്ത് ചെയ്യുകയാണ്? ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ആരുടെ സൈനാണ് അവിടെ വേണ്ടത്? നമുക്കറിയാം, ലോക്സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കറാണ്, അല്ലെ? അപ്പോ സ്പീക്കർ ധനബില്ലാണെന്ന സാക്ഷ്യപത്രത്തോടു കൂടി ഇത് രാജ്യസഭയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ലഭിച്ച് 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ച് അയക്കേണ്ടതാണ്. ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യും. അപ്പം ഈ ഒരു ബില്ല് രാജ്യസഭയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകമാണ്? 14 ദിവസത്തിനകമാണ് രാജ്യസഭയ്ക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സഹിതം ഇത് ലോക്സഭയിലേക്ക് തിരിച്ച് അയക്കേണ്ടത്. അപ്പൊ 14 ഡേയ്സ് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇത് ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും നിർദ്ദേശങ്ങളോടൊക്കെ കൂടിയിട്ട് ഇവരിത് ലോക്സഭയിൽ അയച്ചെന്ന് വിചാരിക്കുക. ലോക്സഭയ്ക്ക് പക്ഷെ എന്താണ്, വേണമെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ എന്താണ്, തള്ളിക്കളയുകയോ ചെയ്യാം. അപ്പൊ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ വരുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞത് എന്താണ്? ചോദ്യോത്തര വേളയെ പറ്റി പറഞ്ഞല്ലേ. ഇനി നമുക്ക് അടുത്ത ഒന്ന് നോക്കാനുള്ളത് ശൂന്യവേളയാണ്. ഇപ്പൊ ചോദ്യോത്തര വേള 1 hour ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ശൂന്യവേളയാണ്. 12 മണിക്ക് ചോദ്യോത്തര വേള അവസാനിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചോദ്യോത്തര വേളയെ പറ്റി പറഞ്ഞു. 11 മണിക്ക് സമ്മേളനം സ്റ്റാർട്ട് ചെയ്തിട്ട് 11 to 12 എന്താണ്? ചോദ്യോത്തര വേളയാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? എന്നിട്ട് എന്താണ്? 12 മണിക്ക് ഈ ചോദ്യോത്തര വേള അവസാനിക്കും. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയമാണ് ശൂന്യവേള എന്ന് അറിയപ്പെടുന്നത്. സമയം 12 മണിയാകുന്നതിനാലാണ് ഈ പേരിൽ ഇത് അറിയപ്പെടുന്നത്. അതായത് ശൂന്യവേള എന്നുള്ളത് അറിയപ്പെടാൻ കാര്യം എന്താണ്? 12 മണി ആവുന്നത് കൊണ്ടാണ്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ
പരിഗണനയ്ക്ക് വരുന്നത് ഈ സമയത്തായിരിക്കും. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യം ഉണ്ടാവും. അപ്പൊ ശൂന്യവേളയ്ക്ക് എത്രയാണ് 5 മിനിറ്റ് ടു 15 മിനിറ്റ് വരെയാണ് ദൈർഘ്യമുള്ളത്. എന്നാൽ നമ്മുടെ ചോദ്യോത്തര വേളക്കാണെങ്കിലോ 1 അവർ ഉണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്തേക്കുക. അടിയന്തര പ്രമേയം, അതേപോലെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ഇതൊക്കെ പരിഗണനയ്ക്ക് വെക്കുന്നത് ഏത് സമയത്താണ്? ഈ ഒരു ശൂന്യവേള സമയത്താണ്. ഇനി പാർലമെന്റിന്റെ മറ്റ് ചുമതലകളെ പറ്റി പറയുന്നുണ്ടേ. നോക്കിക്കേ, ഒന്നെന്താണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, അതേപോലെ തെരഞ്ഞെടുപ്പ് ചുമതല, പിന്നെയോ ഭരണഘടനാ ഭേദഗതി. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്താണ്? ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റും, അതേപോലെ ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യല്, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. അപ്പം പാർലമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യാം, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. പിന്നെ അടുത്തൊരു ചുമതലയാണ് തെരഞ്ഞെടുപ്പ് ചുമതല. ആരുടെയൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് എന്താണ്? പാർലമെന്റിന്റെ ചുമതലയാണ്. പിന്നെയോ ഭരണഘടനാ ഭേദഗതി, അതായത് ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തുന്ന ആരാണ്? നമ്മുടെ പാർലമെന്റ് ആണ്. നമ്മൾ ഭരണഘടനാ ഭേദഗതികളിൽ പഠിക്കുന്നുണ്ടല്ലോ, ഓരോന്നും ബില്ല് വരുന്നതും അത് പാസ്സാവുന്നതിനെ പറ്റി രാജ്യസഭ എന്നാണ് അംഗീകരിച്ചത്, ലോക്സഭ എന്നാണ് അംഗീകരിച്ചത്, ഫൈനലി എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതെല്ലാം എന്താണ്? പാർലമെന്റിന്റെ ചുമതലകളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതാണ് സംസ്ഥാന നിയമ നിർമ്മാണ സഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? നിയമനിർമ്മാണ സഭകളുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആണേ, ഓർത്ത് വെച്ചോണം. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ഇവയാണ്. അപ്പോൾ എന്താണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ഓക്കെ. ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏക മണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. ചുരുക്കം ചില സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. അവ ഏതെന്ന് കണ്ടെത്തുന്നു പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയില് ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും എന്താണ്? നിയമനിർമ്മാണ വിഭാഗത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ 2 സഭകളൊന്നുമില്ല, ഒറ്റ സഭ മാത്രമേ ഉള്ളൂ. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ എന്താണ്? 2 സഭകളുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കിക്കേ. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ജമ്മു ആൻഡ് കാശ്മീർ എന്നീ സംസ്ഥാനങ്ങൾ. ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പൊ സംസ്ഥാനം അല്ല കേട്ടോ, യൂണിയൻ ടെറിട്ടറി ആണ്. ഇനി അപ്പൊ ഇവിടെയൊക്കെ എന്താണ്? അധോ സഭയെന്നും അതോ 2 സഭകളുണ്ട്. അതിൽ അധോ സഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നും വിളിക്കുന്നു. അപ്പൊ അത് നോട്ട് ചെയ്തോണേ, എവിടെയൊക്കെ ആണ് എന്നുള്ളത്. എവിടെയൊക്കെയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന 6 സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ബീഹാർ ഉണ്ട്, പിന്നെയോ ഉത്തർപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, കർണാടകയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, തെലങ്കാനയുണ്ട്. ഓക്കെ. പിന്നെയോ ജമ്മു ആൻഡ് കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറിയിലും എന്താണ്? ഇങ്ങനെ 2 സഭകളാണ് ഉള്ളത്. അപ്പോൾ അധോ സഭ എന്താ വിളിക്കുന്നത്? അധോ സഭയെ നിയമസഭയെന്നും വിളിക്കും, അതേപോലെ ഉപരിസഭയെ എന്ത് വിളിക്കും? നിയമസമിതി എന്നും വിളിക്കുന്നു. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക. ഇനി അടുത്തത് കാര്യനിർവഹണ വിഭാഗത്തെ പറ്റിയാണ് പറയുന്നത്. നോക്കാം. ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. അപ്പം ഇന്ത്യയിൽ 2 രീതിയിലാണ്. ഒന്നെന്താണ്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗമുണ്ട്, അതേപോലെ തന്നെ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗമുണ്ട്. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. അപ്പൊ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെയുണ്ട്? രാഷ്ട്രപതി അല്ലെ, പ്രസിഡന്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? കേന്ദ്ര മന്ത്രിമാരുണ്ട്, സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെയോ ഉദ്യോഗസ്ഥ വൃന്ദം അടങ്ങിയിട്ടുണ്ട്. ഇനി രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു. അപ്പം ഇതിൽ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഇവരെ എന്താണ് വിളിക്കുന്നത്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരാണ്. ഇവർ സ്ഥിര കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നു. വിരമിക്കുന്നത് വരെ ഇവർ സർവീസിൽ തുടരും. അപ്പോൾ ഓർക്കുക, രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഒക്കെ എന്താണ്?
രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ് അറിയുന്നത്. അപ്പൊ ഇവരെന്താണ്, പെർമനന്റ് അല്ല, നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, കാലാവധി ഉണ്ട്, മീൻസ് 5 വർഷമൊക്കെ കൂടുമ്പോഴത്തേക്ക് മാറുന്നുള്ളത്. പക്ഷെ എന്നാൽ എന്താണ്, ഉദ്യോഗസ്ഥർ എന്താണ്, യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, പെർമനന്റ് ആയിട്ട് അവിടെ ഉള്ളവരാണ്, അല്ലെ പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് ആണ്. ഇവർ വിരമിക്കുന്നത് വരെ സർവീസിൽ തുടരും. അടുത്തത് രാഷ്ട്രപതിയെ പറ്റി പറയുവാണെങ്കിൽ നോക്കിക്കോ, ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ്. ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, ഇനി ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്, അല്ലെ. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ് രാഷ്ട്രപതി. ഇപ്പൊ നോട്ട് ചെയ്തോണേ പോയിന്റ്, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. 5 വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. എത്ര വർഷത്തിലേക്കാണ്? 5 വർഷ കാലയളവിലേക്കാണ്. ഒരു ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ കറണ്ട് അഫയേഴ്സിലൊക്കെ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഒരു ഇലക്ട്രൽ കോളേജ് ആണ് എന്തിനെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇനി ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിക്കോ. ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്, സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അപ്പൊ എവിടത്തേക്കാണ്? ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്, സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് ഈ ചുമതലകൾ അദ്ദേഹം നിർവഹിക്കുന്നത്. അപ്പൊ ആ കാര്യം കൂടെ ഓർത്തു വെച്ചേക്കുക. എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെങ്കിലും മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്. ഇനി രാഷ്ട്രപതിയുടെ യോഗ്യതകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടാകണം. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം, പിന്നെ ആ വയസ്സ് ഇമ്പോർട്ടന്റ് ആണ്, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇനി എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കഴിഞ്ഞ ഒരു 2024 നടന്ന ഒരു എക്സാമിലും ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഒന്നാമത്തേതാണ് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്നത്. പിന്നെയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കല് രാഷ്ട്രപതിയുടെ ചുമതലയാണ്. പിന്നെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതേപോലെ രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നമ്മൾ പറഞ്ഞു രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട്, ലോക്സഭയിലാണെങ്കിൽ 2 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട്. അവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പിന്നെയോ പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. പിന്നെ ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. അതേപോലെ തന്നെ ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ ഈ 7 പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലതവണ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നു, സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് പോലെയുള്ള കോർട്ടുകളിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നു, സർവ്വ സൈന്യാധിപനായിട്ട് അറിയപ്പെടുന്നു. പിന്നെയോ രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു, പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തര അവസ്ഥ പ്രഖ്യാപിക്കുന്നു, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഉപരാഷ്ട്രപതിയെ പറ്റിയാണ്. നോക്കിക്കേ, ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതിയും ഉണ്ട്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതും ഒരു ഇലക്ട്രൽ കോളേജാണ്. രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളായിരിക്കും. 5 വർഷക്കാലത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. സോ ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതി ഉണ്ട്. 5 വർഷത്തേക്കാണ് ഇദ്ദേഹത്തിനെയും തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജ് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളായിട്ട് ആരൊക്കെയുണ്ട്? രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഒക്കെ അംഗങ്ങളുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിക്കുക. ഇനി ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. പിന്നെയോ രാജ്യസഭാ സമ്മേളനത്തിന്റെ അധ്യക്ഷവാക്യം, നമ്മൾ ആദ്യം അത് പറഞ്ഞിരുന്നു അല്ലെ, രാജ്യസഭയുടെ അധ്യക്ഷന്മാർക്കാണ് ഉപരാഷ്ട്രപതിയാണ്. ലോക്സഭയാണെങ്കിലോ അത് സ്പീക്കറാണ് വഹിക്കുന്നത്. ഓക്കെ, അടുത്തത് കേന്ദ്ര മന്ത്രിസഭ, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. നോക്കിക്കേ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. ഇനി നോക്കിക്കേ, പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് കണ്ടോ. പ്രധാനമന്ത്രിമാരുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, സഹമന്ത്രിമാരുണ്ട്, ഉപമന്ത്രിമാരുണ്ട്. ഓക്കെ,
ഇനി അടുത്തതാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ. അപ്പൊ ഇതും 2024 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യനിലേക്ക് വരാം. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. അപ്പൊ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ അല്ലെങ്കിൽ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുക. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം അദ്ദേഹത്തിനുണ്ടാകും. പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ താഴെ സൂചിപ്പിക്കുന്നു. എന്തൊക്കെ? അപ്പൊ ഓർത്തു വെച്ചേക്കുക, ലോകസഭയുടെ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു, പിന്നെ ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, പിന്നെ മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അതേപോലെ ആദ്യം പറഞ്ഞ ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം കൂടി ഓർത്തിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 2024 നടന്ന ഈ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ചു ഉത്തരം എഴുതുക. മന്ത്രിസഭയുടെ വലിപ്പം മന്ത്രിമാരുടെ വകുപ്പുകളും വിജയിക്കുന്നത് എന്നല്ല കേട്ടോ, നിയമിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതേപോലെ പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാ അംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ തുടരാൻ കഴിയൂ. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കണേ. PSCയുടെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പൊ കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ടാണ് PSC അതിൽ ആൻസേഴ്സിന്റെ ഓപ്ഷൻ കൊടുക്കുന്നത്. ഇവിടെ കണ്ടോ, 1, 2 പ്രസ്താവനകൾ മാത്രം ശരിയാണ്, പിന്നെ പ്രസ്താവന 3 തെറ്റാണ്, പ്രസ്താവന 2 തെറ്റാണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്, അതായത് നമ്മൾ ഈ ഓപ്ഷനിൽ നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് വരാൻ. ഇവിടെ ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാ അംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ തുടരാൻ കഴിയൂ. ഈ മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കണ്ടോ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത്. അതായത് പക്ഷേ ബാക്കി 2 പ്രസ്താവനകളും ശരിയാണ് എന്നല്ല പറയുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ എന്താണ്? മന്ത്രിസഭ പിരിച്ചുവിടുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് ശരിയാണ്, അല്ലെങ്കിൽ 2 ശരിയാണെന്നുള്ളൊരു ഓപ്ഷൻ ഇതിലില്ല. കണ്ടോ, 2 തെറ്റാണെന്നാണ് ഓപ്ഷൻ കിടക്കുന്നത്. അതാണ് PSC ഇവിടെ ക്വസ്റ്റ്യനിൽ 25ാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം ഈ താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ടുള്ളത് എഴുതൂ അല്ലെ തെറ്റായിട്ടുള്ളത് എഴുതൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതൂ. ആ ഉത്തരത്തിൽ അല്ലെങ്കിൽ ആ ഓപ്ഷനിലാണ് 1 ശരിയാണ് 2 തെറ്റാണ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പം വളരെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നമുക്ക് സംസ്ഥാന കാര്യ നിർവഹണ വിഭാഗത്തിലേക്ക് വരാം. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലേക്ക് വരാം. സംസ്ഥാന കാര്യ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അപ്പൊ ആരാണ് തലവൻ? ഗവർണറാണ്. മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ സംസ്ഥാനങ്ങളിൽ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നു. അപ്പൊ ഓർത്തു വെച്ചേക്കുക, സംസ്ഥാന തല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അടുത്തതാണ് നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി. നോക്കാം, രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും ഗവൺമെന്റും തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിന്റെ ഘടന ഡയഗ്രത്തിൽ നിന്നും പരിചയപ്പെടും. കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ച് നോക്കുക. അതായത് ആദ്യം വരുന്ന ഏതാണ്? സുപ്രീം കോർട്ടാണ് അല്ലെ. രാജ്യത്തെ പരമോന്നത കോടതി അല്ലെങ്കിൽ എന്താണ്? ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ള കോടതിയാണ് ഏത്? സുപ്രീം കോടതി എന്ന് പറയുന്നത്. അടുത്തത് ഹൈക്കോടതികളാണ്. സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നതാണ് ഹൈക്കോടതികൾ. പിന്നെ വരുന്നത് ജില്ലാ കോടതികൾ. അതെന്തായിരിക്കും? ജില്ലകളിൽ ഉണ്ടാവുന്ന കേസുകൾ പരിശോധിക്കുന്നു. ദെൻ വരുന്നത് സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികളൊക്കെ. ഇതൊക്കെ എന്താണ്? താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുക. അപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്ന കോടതികൾ ഏത് എന്നുള്ള രീതിയിൽ 1, 2, 3 സബ് കോടതികൾ, മുൻസിഫ്, ജില്ലാ കോടതികൾ അങ്ങനെയൊക്കെ തരാം. അപ്പൊ ഏതാണ്? സബ് കോടതികളുണ്ട്, മുൻസിഫ് കോടതികളുണ്ട്, മജിസ്ട്രേറ്റ് കോടതികളുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. അടുത്തത് ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി ഇൻ ഇന്ത്യ. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് സുപ്രീം കോർട്ടിനെ പറ്റിയാണ്. നോക്കിക്കേ, രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിലുള്ളത്. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. അപ്പോ ഇപ്പോഴത്തെ കണക്ക് അനുസരിച്ച് 33 ജഡ്ജിമാരാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ.
എന്തൊക്കെയാണ് സുപ്രീം കോടതിയിലുള്ളത്? ചീഫ് ജസ്റ്റിസും പിന്നെ എന്താണ് 33 ജഡ്ജിമാരുമാണ്. ഇനി സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതിയാണ്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് സുപ്രീം കോടതിയാണ്. സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ, ഇതെല്ലാം പരിഗണിക്കുന്നത് സുപ്രീം കോർട്ടാണ്. അപ്പൊ ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ, ഇതെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്ന കേസുകളാണ്. അടുത്ത ഹൈക്കോടതിനെ പറ്റി പറയുവാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കും. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ഹൈക്കോടതികൾക്കാണ്. എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ, സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുമുള്ള അപ്പീൽ പരിഗണിക്കൽ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. അപ്പൊ എന്തൊക്കെയാണ് അധികാരങ്ങൾ? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ, സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുമുള്ള അപ്പീൽ പരിഗണിക്കൽ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. അടുത്ത ലോക് അദാലത്തിനെ പറ്റി പറയുന്നുണ്ട്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ഇത്. കക്ഷികൾക്ക് താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ് ലോക് അദാലത്തിന്റെ ലക്ഷ്യം. ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. അടുത്തത് കീഴ്ക്കോടതികളാണ്. ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. അപ്പൊ ഏതൊക്കെയാണ്? ജില്ലാ കോടതികളുണ്ട്, സബ് കോടതികളുണ്ട്, മുൻസിഫ് കോടതികളുണ്ട്, മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കുണ്ട്. ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ 3 ഘടകങ്ങളും യോജിച്ചും സഹകരിച്ചും പരസ്പരം ബഹുമാനത്തോടെയും ഭരണഘടനാനുസൃതമായും പ്രവർത്തിക്കുന്നുവെങ്കിൽ മാത്രമേ ഗവൺമെന്റിന്റെ പ്രവർത്തനം ഫലപ്രദമാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.